ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സഫേദ് ഗുഡ് എന്നു പേരായിട്ടുള്ള കഹാനിയിലെ പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. ഇത് എഴുതിയിട്ടുള്ളത് സർവേശ്വർ ദയാൽ സക്സേന എന്ന ലേഖകനാണ്. ഇതൊരു കഹാനിയാണ്, അതായത് കഥ. ഈ കഹാനിയിൽ 11 വയസ്സുകാരനായ ഒരു മകനും അമ്മയുമാണ് കഥാപാത്രങ്ങൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു ഈ കുടുംബം വളരെയധികം ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു പോകുന്നു എന്നൊക്കെ. ഈ പാവപ്പെട്ട കുടുംബത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് തന്നെ വകയില്ല എന്നും അവർ 2 പേർ മാത്രമാണ് ആ വീട്ടിൽ ഉണ്ടായിരുന്നതെന്നും അമ്മ എപ്പോഴും മകന് പറഞ്ഞു കൊടുക്കുമായിരുന്നു, നമ്മൾ തനിച്ചല്ല, നമ്മളോടൊപ്പം ഈശ്വരനുണ്ട് എന്നൊക്കെ. അമ്മ പറയുന്നതൊക്കെ അനുസരിക്കാറുള്ളതിനാൽ ഈശ്വരനുണ്ട് എന്ന് അമ്മ പറഞ്ഞ കാര്യവും അവൻ അംഗീകരിച്ചിരുന്നു. ഈശ്വരനുണ്ട് എന്നതിന് പക്ഷേ അവനൊരു തെളിവും കിട്ടിയിരുന്നില്ല. അമ്മ അവനെ പലതരത്തിൽ ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കുകയും രോഗം വരുമ്പോൾ അവർ നാമം ജപിക്കുകയും ചെയ്യുമായിരുന്നു. രോഗം സുഖപ്പെട്ടാൽ അവർ ഈശ്വരനോട് നന്ദി പറയുകയും ചെയ്യുമായിരുന്നു. അമ്മയും മകനും കണ്ണടച്ചിരുന്ന് മണിക്കൂറുകളോളം ഈശ്വരനെ പൂജിക്കാറുണ്ടായിരുന്നു. പൂജ ചെയ്യാതെ ആ 2 പേരും ഭക്ഷണം പോലും കഴിക്കില്ലായിരുന്നു. ആ മകനും രാവിലെയും വൈകുന്നേരവും ചമ്രം പടിഞ്ഞിരുന്ന് നാമം ജപിക്കുമായിരുന്നു. അവൻ ചെറിയ കുട്ടിയായ അന്നു മുതലേ അവൻ നാമം ജപിക്കുമായിരുന്നു. പറയുന്നത് മനസ്സിലാക്കാത്തൊരവസ്ഥയിൽ വരെ അവൻ നാമം ജപിക്കുമായിരുന്നു. അവന് അവൻ്റെ അമ്മ ചെറുപ്പത്തിലെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളും കഥകളും അമ്മയുടെ വായിൽ നിന്നും അവൻ കേട്ട് പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നല്ലൊരു കുട്ടിയായി മാറി. എല്ലാവരും അവനെ കണ്ട് പറയുമായിരുന്നു, നല്ല കുട്ടി, നിഷ്കളങ്കൻ, ഈശ്വരൻ അവനെ രക്ഷിക്കുമെന്നൊക്കെ. പക്ഷേ ആളുകൾ പറഞ്ഞ പോലെ അതിൻ്റെ തെളിവ് അവന് കിട്ടിയിരുന്നില്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾക്ക് ഇതിൽ കുറച്ച് മീനിങ് പഠിക്കാം. സഫേദ് ഗുഡ്, വെള്ള ശർക്കര. ലലച്ചായി നസർ, കൊതിയോടെ. നസർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി എന്നർത്ഥമുണ്ട്, നോട്ടം, കാഴ്ച എന്നൊക്കെ അർത്ഥമുണ്ട്. ലലച്ചായി എന്ന കൊതിയോടെ. മൻ മസോസ്ന, വേദന കടിച്ചമർത്തുക, അതായത് മനസ്സ് കടിച്ചമർത്തി പിടിക്കുക. ബുദ്ധിമുട്ട് വരുമ്പോഴാണല്ലോ അങ്ങനെ. ഹിമ്മത്ത്, ധൈര്യം, കറേജ്. ഫടേ കപ്പടേ, കീറിയ വസ്ത്രം. സിൽന, തുന്നുക, തയ്ക്കുക. ചുപ്ചാപ്പ്, മിണ്ടാതെ. ഗുംസും, നിശബ്ദമായ. അർത്ഥം നന്നായിട്ട് പഠിക്കണം. ലാൽസ, ശക്തമായ ആഗ്രഹം. ഏകാത്, 1 2. ബഡുവ, പേഴ്സ്. ചുരാന, മോഷ്ടിക്കുക. ഖ്യാൽ, ചിന്ത. ധിക്കാർന, കുറ്റപ്പെടുത്താൻ തുടങ്ങി. ധിക്കാർന, കുറ്റപ്പെടുത്തുക. ധിക്കാർനെ ലഗ, കുറ്റപ്പെടുത്താൻ തുടങ്ങി. യക്കീൻ, വിശ്വാസം, ഉറപ്പ്. തക്ലീഫ്, കഷ്ടപ്പാട്. കരാഹിന, ഞരങ്ങുക. ജബാൻ, നാക്ക്. കസ്ബ, ചെറിയ പട്ടണം. ഷരീഫ്, മര്യാദയുള്ള. പീഡ് ടോക്കിന, പുറത്ത് തട്ടിക്കൊണ്ട്. സപൂത്ത്, തെളിവ്. താക്കത്വർ, ശക്തനായ. ചോല, സഞ്ചി. ചൗപ്പായ, കന്നുകാലി. ഖാമോഷ്, നിശബ്ദത. ടട്ടോൽന, തപ്പി നോക്കുക. നീം സർദി, മരം കൊയ്യുന്ന തണുപ്പ്. ആസാൻ, ബാങ്ക്. ദാലാൻ, വരാന്ത. ബിസർണ, മറന്നു കളയുക. ഹത്തേലി, ഉള്ളംകൈ. ഗദ്ദി, വിരിപ്പ്. ധനിയ, മല്ലി. ഖപ്പട, തിളങ്ങുന്ന കല്ലിൻ്റെ കഷ്ണം. ടുക്കട, കഷ്ണം. അട്ടന്നി, 8 അണ, അതായത് പഴയ കാലത്ത് 8 അണ എന്നാ പറയാ, 50 പൈസക്ക്. ആട്ടണ, 50 പൈസ എന്ന് നമുക്ക് പറയാം. ആട്ടണ, അട്ടന്നി, ആട്ടണ, 8 അണ, അതായത് 50 പൈസ.
50 പൈസേ എന്ന് ഹിന്ദിയിൽ നമ്മൾ പറയുന്നു. പംസാരി പലചരക്ക് കടക്കാരൻ, പലവ്യഞ്ജന കടക്കാരൻ എന്നൊക്കെ പറയാം. ബേച്ചൈൻ ദുഃഖിതനായി, വ്യാകുൽ. ഓക്കെ, അപ്പം ഈ മീനിങ്, ഈ അർത്ഥമൊക്കെ നന്നായിട്ട് പഠിക്കണം, എന്നാലേ നമുക്ക് കഥ മനസ്സിലാവുള്ളൂ, വായിക്കാൻ കിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസിൻ്റെ ബാക്കി ക്ലാസ് കേൾക്കാം. ഓക്കെ. വഹ് തേജീസെ ഉട, അവൻ പെട്ടെന്ന് എണീറ്റു. തേജീസെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സ്പീഡോടെ, വേഗതയോടെ എന്നൊക്കെ പറയാം. വഹ് അവൻ, തേജീസെ വേഗതയോടെ, ഉട എഴുന്നേറ്റു. അവർ ഗർക്കെ അകേലെ കോനേമേ, ഗർക്കെ വീടിന്റെ, അകേലെ തനിച്ചുള്ള, കോനേമേ ഒരു കോണിൽ, ഒരു മൂലയിൽ, പൂജാകർണെ പൂജിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി, ബൈഠ്ഗയ ഇരുന്നു, ബൈഠ്ന ഇരിക്കുക. തബി അപ്പോൾ മാംനെ അമ്മ ആവാസ് ദി, അമ്മയുടെ ഒരു സ്വരം കേട്ടു, ആവാസ് സൗണ്ട്. ബേട്ട മകനെ, പൂജാസെ ഉടനേക്കെ ബാദ്, പൂജ കഴിഞ്ഞ് ഉടനേക്കെ ബാദ്, എഴുന്നേറ്റതിന് ബാദ് ശേഷം, പഹലെ മുമ്പ്, ഓപ്പോസിറ്റ് ബാദ് എന്നതിന്റെ ഓപ്പോസിറ്റ് പഹലെ, എഴുന്നേറ്റതിന് ശേഷം, ബാസാർസെ അങ്ങാടിയിൽ നിന്ന്, നമുക്ക് ലേയാന, നമുക്ക് ഉപ്പ്, ലേയാന കൊണ്ടുവരിക. നീ നിന്റെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങാടിയിൽ നിന്ന് കുറച്ച് ഉപ്പ് കൊണ്ടുവരണമെന്ന് അമ്മ പറഞ്ഞു. ഇനി അടുത്ത പാരഗ്രാഫ്. ഉസേ ലക, ഉസേ ജൈസെ ഈശ്വർ ने उसकी पुकार सुन ली है. ആ അമ്മയുടെ സംസാരം, വാക്ക് കേട്ടപ്പോൾ ഉസേ ലക, അവന് തോന്നി, ജൈസെ ഈശ്വർ ने उसकी पुकार सुन ली है, എപ്രകാരമാണോ ഈശ്വരൻ അവന്റെ വിളി കേട്ടിട്ടുണ്ട് എന്ന് അവന് തോന്നി. പുക്കാർ വിളി, സുന്ന കേൾക്കുക, സുന്നിഹെ സുൻലീഹന കേട്ടിട്ടുണ്ട്. വർണ്ണ മറിച്ച്, പൂജ പർ ബൈഠത്തേഹി, പൂജയ്ക്ക് ഇരുന്നപ്പോൾ തന്നെ, മാമുസെ അമ്മ അവനോട്, ബാസാർ ജേനക്കോ ക്യോം കാത്തി, അമ്മ എന്തിനാ എന്നോട് അങ്ങാടിയിലേക്ക് പോകാൻ പറഞ്ഞത്, ക്യോം കാത്തി എന്തുകൊണ്ട് പറഞ്ഞു, ബാസാർ എന്ന് പറഞ്ഞാൽ അങ്ങാടി, ക്യോം എന്ന് പറഞ്ഞാൽ വൈ എന്തുകൊണ്ട്, കാഹത്തി പറഞ്ഞു. ഉസ്നെ ധ്യാൻ ലഗാക്കർ, അവൻ വളരെ ധ്യാനിച്ചുകൊണ്ട്, ഒന്നും കൂടെ ആത്മാർത്ഥമായിട്ട്, പൂജാക്കി ശ്രദ്ധയോടെ ഒന്നുകൂടി പ്രാർത്ഥിച്ചു. ഫിർ പിന്നെ പൈസെ അവർ ചോലാലേക്കർ, അമ്മ കൊടുത്ത പൈസയും ചോല ആ സഞ്ചിയും കവറ് ലേക്കർ എടുത്തിട്ട്, ബാസാർ ക്യോർ ചലാഗയ, എന്തിനു വേണ്ടി, ചൽദിയ അതായത് ഉപ്പിന് വേണ്ടി അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു. ഗർസെ നിഗൽ തേഹി, വീട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തന്നെ, നിഗൽന പുറപ്പെടുക, ഗർ വീട്, ഉസേ ഗേത്ത് പാർ കർണേ പടുത്തെ, അവനൊരു ഗേത്ത് വയൽ, പാർ കർണേ പടുത്തേത്തെ അക്കരെ കടക്കേണ്ടതായിട്ട് വന്നു. പാർ കർണ അക്കരെ മറി കിടക്കുക, അക്കരെ കടക്കുക, കുറെ റോഡ് മുറിച്ച് കിടക്കുക ഒക്കെ പറയല്ലോ. ഫിർ പിന്നെ, ഗാവ് കി ഗലി, ഗ്രാമത്തിലേക്കുള്ളൊരു ഗലി, തെരുവ്, സ്ട്രീറ്റ്, ജോ ഈണ്ടോം കി ബനി ഹുയി, ഏതാണോ ഈണ്ട് ഇഷ്ടിക കൊണ്ട് ബനി ഹുയി ഉണ്ടാക്കിയതായിരുന്നു. ഫിർ ബാസാർ കി സടക്ക് ആത്തി, പിന്നെയാണ് അങ്ങാടിയിലേക്കുള്ള സടക്ക് ആത്തി, റോഡ് വരുന്നത്. ഉസ് സമയ ഷാം ഹോ ഗയി, ഉസ് സമയ ഷാം ഹോ ഗയി, ആ സമയമായപ്പോഴേക്കും വൈകുന്നേരമായി. സൂരജ് ഡൂബ് രഹാദ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വഹ് ഗേത്തോമേ ചലാചാരഹാദ, അവൻ വയലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റോട്ടിലെത്തണം, അങ്ങാടിയിലെത്തണം, എന്നാലേ അവന് നമുക്ക് ഉപ്പ് കിട്ടുള്ളൂ, അതിനു വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖേത്തോമേ, ആ വയലിലൂടെ, ഖേത്ത് വയൽ. ആംഗേം ആദി ബന്ദ് കിയ, അവൻ കണ്ണുകൾ, ആംഗേം കണ്ണുകൾ, ആദി പകുതി, ബന്ദ് കിയ അടച്ചു. ഈശ്വർ പർ ധ്യാൻ ലഗായെ, ഈശ്വരൻ ധ്യാനിച്ചു. അവർ സന്ധ്യാക്കി മന്ത്രവും സന്ധ്യാമന്ത്രങ്ങളെ ബാർ ബാർ വീണ്ടും വീണ്ടും ദോഹരാത്തെ ഹുയെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അതായത് ഈശ്വരനാമം അങ്ങനെ ദോഹരാന ഉരുവിടുക, ഉരുവിട്ടുകൊണ്ടിരുന്നു. ഉസേ യാദ് നഹി, അവന് ഓർമ്മയില്ല. ഉസ്നെ കിത്തനെ ദേർമേം ഖേത്ത് പാർക്കിയ, അവന് എത്ര സമയത്ത് കൊണ്ടാണ് ആ വയല് മറികടന്നത്, അക്കരെ എത്തിയത് എന്നവന് മനസ്സിലായതേ ഇല്ല. കിത്തനി ദേർ, എത്ര സമയം, കിത്തനി എത്ര ദേർ സമയത്തിൽ, ഖേത്ത് വയൽ പാർക്കിയ അക്കരെ കടന്നു എന്നവന് ഓർമ്മ വന്നില്ല.
ലേക്കിൻ എന്നാൽ ജബ് എപ്പോഴാണോ വഹ് അവൻ ഗാവ് കി ഈണ്ടോം കി ഗലീമേ ആ ഗ്രാമത്തിലൂടെയുള്ള ഈണ്ടോം കി ഗലീമേ ഇഷ്ടികയുടെ ആ തെരുവിൽ ആയ വന്നത് എത്തിയത് തബ് അപ്പോഴേക്കും സൂരജ് ഡൂബ് ചുകാത്ത സൂര്യൻ മുങ്ങിക്കഴിഞ്ഞിരുന്നു. അവർ അന്തേര ചാനലകാത്ത ഇരുട്ട് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അന്തേര ഇരുട്ട് ചാന വ്യാപിക്കുക. ലോകപ്പിനെ അപ്പിനെ ഗരോമേം താ ആളുകൾ തൻ്റെതായ വീട്ടിലുണ്ട്. എല്ലാവരും തൻ്റെ വീട്ടിൽ കൂടിയിട്ടുണ്ട്. ധുവാം ഉടിരഹാദ പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു വീട്ടിൽ നിന്നും. ചൗപ്പായെ കന്നുകാലികൾ ഖാമോഷ് പടേ എല്ലാ കന്നുകാലികളും നിശബ്ദതയോടെ നിൽക്കുന്നുണ്ട്. ചൗപ്പായെ കന്നുകാലികൾ ഖാമോഷ് നിശബ്ദതയിൽ. നീം സർദിക്ക് ദിൻത മരം കോച്ചുന്ന തണുപ്പായിരുന്നു. നീം സർദി സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്. നീ പറഞ്ഞ ഒരു മരാണ്. മരം കോച്ചുന്ന തണുപ്പ് ഉള്ള ദിൻത ദിവസമായിരുന്നു അന്ന്. ഓക്കെ, ഇനി അടുത്തത്. ഉസ്നെ പൂരി ആങ്ക് കോൽക്കർ ബാഹർ കാ കുച്ച് ഭി ദേഖ്നെ കി കോശിഷ് നഹീ കി. ഉസ്നെ അവൻ പൂരി ആങ്ക് കോൽക്കർ മുഴുവൻ കണ്ണ് മുഴുവനായിട്ട് പൂരി മുഴുവനായിട്ട് ആങ്ക് കണ്ണ് കോൽക്കർ തുറന്നിട്ട് ബാഹർ കാ കുച്ച് ഭി ദേഖ്നെ കി ബാഹർ കാ പുറത്തുള്ള കുച്ച് ഭി ഒന്നും തന്നെ ദേഖ്നെ കി കാണാൻ വേണ്ടി കോശിഷ് നഹീ കി പ്രയത്നിച്ചില്ല. കോശിഷ് കർണ പ്രയത്നിക്കുക. വഹ് അപ്പനെ ഭീതർ ദേഖ് രഹാദ അവന്റെ ഉള്ളിൽ അവനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ജഹാം ഗഹരെ അന്തേരേമേ ആ എപ്രകാരമാണോ ജഹാം എപ്രകാരം ഗഹരെ ആഴത്തിലുള്ള അന്തേരേമേ ആ ഇരുട്ടിൽ ചിൽമിലാത്ത പ്രകാശ തിളങ്ങുന്ന പ്രകാശം അവൻ കണ്ണടച്ചിട്ടും ഇങ്ങനെ ഉള്ളിലൂടെ ഇങ്ങനെ അവന് തിളങ്ങിക്കൊണ്ടിരുന്നു. ഈശ്വർ കാ പ്രകാശ് അവർ ഉസ് പ്രകാശ് കി ആകെ വഹ് ആങ്കെ ബന്ദ് കിയെ മന്ത്രപാട് കർ രഹാദ. ഈശ്വർ കാ പ്രകാശ് ഈശ്വരന്റെ പ്രകാശവും ഉസ് പ്രകാശ് കി ആകെ ആ പ്രകാശത്തിന്റെ മുന്നിൽ വഹ് അവൻ ആങ്കെ കണ്ണുകൾ ബന്ദ് കിയെ അടച്ചുകൊണ്ട് മന്ത്രപാട് കർ രഹ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നു. ഓക്കെ, അടുത്തത്. അജാനക് ഉസെ ആസാൻ കി ആവാസ് സുനായി ദി. അജാനക് പെട്ടെന്ന് ഉസെ അവൻ ആസാൻ കി ബാങ്കിന്റെ ആസാൻ ബാങ്ക് ആവാസ് സൗണ്ട് സുനായി കേട്ടു. ഗാവ് കെ സിരേ പർ ഗ്രാമത്തിന്റെ അങ്ങേ അറ്റത്തിൽ ഏക് ചോട്ടി സി മസ്ജിദ് തീ ഒരു ചെറിയ മസ്ജിദ് പള്ളിയുണ്ടായിരുന്നു. ഉസ്നെ അവൻ ദോടീസി ആങ്കേം കോൽക്കർ ദേക്ക ദോടീസി അല്പം ആങ്കേം കണ്ണ് കോൽക്കർ ദേക്ക തുറന്നിട്ട് നോക്കി. ഖോൽന തുറക്കുക, ഖോൽക്കർ തുറന്നിട്ട് ദേക്ക നോക്കി. അന്തേര കാഫി ഗഡാ ഹോഗയാദാ ഇരുട്ട് അന്തേര ഇരുട്ട് കാഫി ശരിക്കും ധാരാളം ഗാഡാ ഹോഗയാ നല്ല ഗാഢത ഉണ്ട്, നല്ല ഇരുട്ടായിട്ടുണ്ട്. മസ്ജിദ് കേക്ക് കമരെ ബരാബർ മസ്ജിദ് പള്ളിയുടെ ആ റൂമിൽ ബരാബർ തുല്യമായിട്ട് ദാലാൻമേം ആ വരാന്തയിൽ നമാസ് കെലിയെ നമസ്കരിക്കാൻ വേണ്ടി ആളുകൾ ഇക്കട്ടെ ഹോനെ ലഗേതെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. ഉസ്കെ ഭീത്തർ അവന്റെ ഉള്ളിൽ ഏക്ക് ലഹർസിയായി ഒരു തിരമാല അടിച്ചതുപോലെ തോന്നി. ഉസ്കെ പയർ ടിട്ടക്കുകയെ അവന്റെ കാൽ ടിട്ടക്കുകയെ കൂട്ടിയിടിച്ചു, വിറച്ചു. ആങ്കേം പൂരി ബന്ദ് ഹോ ഗയി കണ്ണുകൾ ശരിക്കും അടഞ്ഞു. വഹ് മൻഹിമൻ കഹൂഡ അവൻ മനസ്സിൽ പറഞ്ഞു. ഈശ്വർ യദി തും ഹോ ഈശ്വര നിങ്ങൾ ഉണ്ടല്ലോ. മേനെ സച്ചേ മനസ്സേ ഞാൻ സത്യസന്ധ മനസ്സോടുകൂടി തുമാരി പൂജ കർക്കിയെ നിങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. തോ അപ്പോൾ മുജെ പൈസേതോ അതുകൊണ്ട് എനിക്ക് പൈസ നൽകൂ. യഹി ഈസ് വക്ത് ഈ സമയം ഈ സമയം എനിക്ക് പൈസ തരണം ഈശ്വര, ഞാൻ നിങ്ങളോട് നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അവന് പറഞ്ഞു. അടുത്ത പാരഗ്രാഫ്. വഹു വഹീം ഗലീമേ ബൈറ്റ് ഗയ അതും പറഞ്ഞവൻ ആ തെരുവിൽ അവിടെ ഇരുന്നു. ഗലീമേ തെരുവിൽ ബൈറ്റ് ഗയ ഇരുന്നു. ഉസ്നെ ജമീൻ പർ ഹാത്ത് രക്ക അവൻ നിലത്ത് കൈ വെച്ചു. ജമീൻ ഭൂമി നിലം എന്നൊക്കെ പറയാം. ഹാത്ത് കൈ രക്ക വെച്ചു, നിലത്ത് ഇങ്ങനെ കൈ വെച്ചു. ജമീൻ ടണ്ടി തീ ഭൂമി തണുത്തിട്ടുണ്ടായിരുന്നു. ഹാത്തോം കെ നീജെ കയ്യിന്റെ അടിയിൽ കുച്ച് ചിക്കിനാസ എന്തോ മിനുസമുള്ള പോലെ മഹസൂസു അനുഭവപ്പെട്ടു. ഉല്ലാസ് കി ബിജലീസി ഉല്ലാസത്തിന്റെ വൈദ്യുതി പ്രവാഹം. ഉസ്കെ ബിജലീസി എന്ന് പറഞ്ഞ വൈദ്യുതി പ്രവാഹം. ഉസ്കെ ശരീർ മേ ദൗഡ് കെയി അവന്റെ ശരീരത്തിൽ കടന്നുപോയി, അവന്റെ ശരീരത്തിലൂടെ കടന്നുപോയി. ഉസ്നെ ആങ്കേം ഖോൽക്കർ ദേക്ക അവൻ കണ്ണു തുറന്നു നോക്കി. ഉസ്നെ അവൻ ആങ്കേം കണ്ണുകൾ ഖോൽക്കർ തുറന്നിട്ട് ദേക്ക നോക്കി. അന്തേരേമേ ഉസ്കി അത്തേലിമേ ആ ഇരുട്ടിൽ
അന്തേരി में उसकी हथेली में ആ ഇരുട്ടിൽ അവന്റെ ഉള്ളൻ കയ്യിൽ ഹത്തേലി ഉള്ളൻ കയ്യിൽ ഏക്ക് അട്ടന്നി ഒരു എട്ടണ ദമക്ക് രഹി അങ്ങനെ അമർന്ന് നിൽക്കുന്നത് പോലെ തോന്നി. ഒരെട്ടണ അവന്റെ കയ്യിൽ ഇങ്ങനെ അമർന്ന് കിടക്കുന്നത് പോലെ തോന്നി. വ മൻഹീമൻ ഈശ്വർക്ക് ചരണോമേ ലൗട്ട് ഗയ അവൻ മനസ്സിൽ ഈശ്വരന്റെ കാൽപാദത്തിൽ ലോട്ട് ഗയ കിടന്നുപോയി. ഖുശിക്ക് സമുദ്രമേൻ പൈസ കിട്ടിയെന്ന സന്തോഷത്തിന്റെ സമുദ്രത്തിൽ ചൂൽനേലക ആടാൻ തുടങ്ങി. ഉസ്നെ ഉസ് അട്ടന്നീക്കോ അവൻ ആ അട്ടന്നി എട്ടണയെ ബാർ ബാർ നിഹാര വീണ്ടും വീണ്ടും നോക്കി. നിഹാർന നോക്കുക, ബാർ ബാർ വീണ്ടും വീണ്ടും. ചുമാ ചുംബിച്ചു. മാത്തേസെ ലഗായ തന്റെ നെറ്റിയോട് ചേർത്ത് പിടിച്ചു. ക്യോംക്ക് എന്തുകൊണ്ടെന്നാൽ വകയേക്ക് അട്ടന്നീഹിനെ ഹിന്ദി പക്ഷേ അതൊരു എട്ടണ, ഒരു 50 പൈസ. എട്ടണ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് എട്ടണ എന്നാണ് 50 പൈസക്ക് പറയാ. ആട്ടണ നെഹീന്തി അട്ടന്നി നെഹീതി എട്ടണയല്ലായിരുന്നു. ഉസ് ഗരീബ് പർ ആ പാവത്തിന്റെ മേൽ ഈശ്വർക്ക് കൃപാതി ഈശ്വരന്റെ കൃപാകടാക്ഷമായിരുന്നു. ഈശ്വരനോട് കുറെ പ്രാർത്ഥിച്ചപ്പോൾ അവന് കിട്ടിയതായിരുന്നു അത്. അവർ ഉസ്കി സാരി പൂജ അവന്റെ മുഴുവൻ പൂജയും സാരി മുഴുവൻ പൂജയും സച്ചായി ക സത്യസന്ധതക്കും ഈശ്വർക്ക് ഓർസേ ഈശ്വരന്റെ ഭാഗത്ത് നിന്നുള്ള ഇനാംത ഒരു ഗിഫ്റ്റായിരുന്നു അത്. ഈശ്വർ ജരൂർ ഹേ ഈശ്വരൻ തീർച്ചയായിട്ടുമുണ്ട്. ഉസ്കാമൻ ചില്ലാനലക അവന്റെ മനസ്സിങ്ങനെ ആർത്ത് വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇരുന്നു. കാരണം ഈശ്വരനോട് ധ്യാനിച്ചപ്പോഴാണല്ലോ അത് കിട്ടിയത്. അതുകൊണ്ട് ഭഗവാൻ ഈശ്വര മേ തുമാര ബഹുത്ത് ചോട്ടാസ സേവകവും ഞാൻ നിങ്ങളുടെ ഒരു ചെറിയ സേവകൻ മാത്രമാണ്. മേം ഞാൻ സാരാ ജീവൻ എന്റെ മുഴുവൻ ജീവിതവും സാരാ മുഴുവൻ ജീവൻ ജീവിതം തുമാരി ഭക്തി കരുക നിന്നോട് പ്രാർത്ഥിക്കും, നിന്നോട് ഭക്തിയുള്ളവനായി ജീവിക്കും. മുജെ കബി മത് ബിസാർന മുജെ എന്നെ കബി ഒരിക്കലും മത് ബിസർന ഒരിക്കലും മറന്നു കളയരുത്. ബിസർന എന്ന് പറഞ്ഞാൽ മറന്നു കളയുക. ഉൽട്ടേ സീതേ ശബ്ദോമേ തിരിച്ചു മറിച്ചു നേരെ സീതേ ശബ്ദോമേ നേരിയ സ്വരത്തിൽ ഉസ്നെ അവൻ സീതേ നേരിയ ശബ്ദോമേം ശബ്ദത്തിൽ ഉസ്നെ അവൻ മൻഹീമൻ കഹ മനസ്സിൽ പറഞ്ഞു. അവർ ബാസാർക്ക് തരഫ് ദൗഡ് പട എന്നിട്ട് അവൻ അങ്ങാടിയുടെ ഭാഗത്തേക്ക് ദൗഡ് പട ഓടി. ബാസാർ കി തരഫ് അങ്ങാടിയുടെ തരഫ് ഭാഗത്തേക്ക് ദൗഡ് പട ഓടി. ദൗഡ് ഓടുക. അട്ടന്നി ഉസ്നെ ജോർ സേ ആ എട്ടണ ആ 50 പൈസ ഉസ്നെ അവൻ ജോർ സേ ശക്തിയോടെ ഹത്തേലിമേം ഉള്ളൻ കയ്യിൽ ദബാരക്കി അമർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ജബ് അടുത്തത് ജബ് വഹ് ദൂക്കാൻ പർ പഹുഞ്ച എപ്പോഴാണോ അവൻ കടയിലെത്തിയത് പഹുഞ്ചിന എത്തുക ദൂക്കാൻ കട ജബ് എപ്പോഴാണോ വഹ് അവൻ തോ അപ്പോൾ ലാൽട്ടൻ ചൽ ചുകീത്തി ലാൽട്ടൻ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ലാൽട്ടൻ എന്ന് പറഞ്ഞാൽ അതായത് ഒരു തരം വിളക്കാണ്, റാന്തൽ എന്നൊക്കെ പറയും. അത് വിളക്ക് രാത്രിയായിട്ടുണ്ടല്ലോ, വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പംസാരി ആ പലചരക്ക് കടക്കാരൻ, പംസാരി പലചരക്ക് കടക്കാരനെയാണ് പംസാരി എന്ന് പറയുന്നത്. ഉസ്കെ സാമ്നെ അവന്റെ മുന്നിൽ ഹാത്ത് ജോടെ അതിന്റെ മുന്നിൽ ആ വിളക്കിന്റെ സാമ്നെ മുന്നിൽ ഹാത്ത് ജോടെ കൈ കൂപ്പിക്കൊണ്ട് ബൈഠാത്തായിരിക്കുകയായിരുന്നു. ഹാത്ത് ജോടിന കൈ കൂപ്പുക. ദോടി ധേർമേ അല്പസമയത്തിൽ ഉസ്നെ അവൻ ആംഗേം കൂലി ആ കടക്കാരൻ കണ്ണു തുറന്നു. അവർ പൂച്ച ചോദിച്ചു ക്യാ ചാഹിയേ എന്താ വേണ്ടത്. അപ്പം കടക്കാരൻ എന്തോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവൻ അവിടെ എത്തിയത്. അവൻ ചോദിച്ചു ക്യാ ചാഹിയേ എന്താ വേണ്ടത്. ഉസ്നെ ഹത്തേലിമേ ചമക്തി അട്ടന്നി ദേക്കി അവൻ ആ ഉള്ളൻ കയ്യിൽ ചമക്തി മിന്നിത്തിളങ്ങുന്ന അട്ടന്നി ദേക്കി അട്ടന്നി എട്ടണ 50 പൈസ നോക്കി അവർ പോല. എന്നിട്ട് പറഞ്ഞു ആട്ടണേക്ക സഫേദ് കുട്. അവൻ സന്തോഷത്തോടെ പറഞ്ഞു ആട്ടണേക്ക എട്ടണയുടെ സഫേദ് കുട് വെളുത്ത ശർക്കര എന്നവൻ പറഞ്ഞു. അവന് ആ പൈസ കിട്ടിയ സന്തോഷത്തിൽ അവൻ അങ്ങനെ പറഞ്ഞു. ആട്ടണ 50 പൈസക്കാണ് ആട്ടണ എന്ന് പറയുന്നത്. വഹ് കഹ്കർ ഉസ്നെ ഗർവുസെ അവൻ അഹങ്കാരത്തോടെ അട്ടന്നി ആ എട്ടണ പംസാരിക്ക് തരഫ് ആ കടക്കാരന്റെ നേരെ ഭാഗത്തേക്ക് ഗദ്ദി പർ ഫേങ്കി വിരിപ്പിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു. ഗദ്ദി വിരിപ്പ് ഫേങ്കി എറിഞ്ഞു, ഫേങ്കിനായി എറിയുക. പർ എന്നാൽ വഹ് ഗദ്ദി പർ ആ വിരിപ്പിൽ നഗീർ അത് വീണില്ല. ഉസ്കെ അവൻ എറിഞ്ഞത് വിരിപ്പിലല്ല വീണത്. ഉസ്കെ സാമ്നെ അതിന്റെ മുന്നിൽ രക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ധനിയേക്കെ ഡിബേമേ ആ മല്ലിയുടെ ടിന്നിൽ ഗിർ ഗയി വെച്ചു.
പംസാരിനെ ഉസേ ഡിബ്ബേമേ ടട്ടോല. പംസാരി ആ കടക്കാരൻ ഉസേ അത് ഡിബ്ബേമേ ആ ടിന്നിൽ ഡിബ്ബ ടിന്നിൽ ടട്ടോല തപ്പി നോക്കി. പക്ഷേ ഉസ്മേ അതിൽ അട്ടന്നി നെഹി മിലി ആ പൈസ 8 അണ നെഹി മിലി കിട്ടിയില്ല. ഏക്ക് ചോട്ടാസ ഗപ്പട അത് എന്തായിരുന്നു? ഏക്ക് ചോട്ടാസ ഗപ്പട ഒരു ചെറിയ തിളങ്ങുന്ന കല്ലായിരുന്നു. കപ്പട ചിക്കിന പത്തർ അതായത് ചിക്കിന മിനുസമുള്ള പത്തർ ഒരു കല്ല്. ജരൂർ ദാ തീർച്ചയായിട്ടും അതായിരുന്നു. ജി സംസാരിന് നികൽക്കർ ഫേങ്കുതിയ ആ സംസാരി അത് എന്തായിരുന്നു? അത് മികൽക്കർ പുറത്തേക്ക് എടുത്തിട്ട് ഫേങ്കുതിയ വലിച്ചെറിഞ്ഞു. ജരൂർ തീർച്ചയായും അതൊരു ചിക്കിന പത്തറായിരുന്നു, മിനുസമുള്ള കല്ലായിരുന്നു. അടുത്ത് നോക്കുക. ഉസ്കാ ചെഹര അവന്റെ മുഖം. ഉസ്കാ ചെഹര അവന്റെ മുഖം. ചെഹര മുഖം. ഏക് ദംസേ തികച്ചും കാലാപ്പെടുകയാ കരിവാളിച്ചു പോയി. സിർ ഗൂം ഗയ തല ചുറ്റുന്നത് പോലെ തോന്നി. സിർ ഗൂംന തല ചുറ്റുക. ഗൂംന ചുറ്റുക. സിർ തല. ജൈസേ ശരീർ ക സാരാ ഗുൻ എപ്രകാരമാണോ ശരീരത്തിലെ സാര മുഴുവൻ കൂൻ ബ്ലഡും നികൽ ഗയ പുറത്തേക്ക് ഒലിച്ചുപോയ പോലെ തോന്നി അവന്. ആംഗ്യം ചൽച്ചലായി കണ്ണ് നിറഞ്ഞു തുളുമ്പാ തുടങ്ങി. ചൽച്ചലാന നിറഞ്ഞു തുളുമ്പുക. കഹാങ്കി അട്ടന്നി എവിടെ പോയി അട്ടന്നി? പംസാരി നബി ഹൈരത് സെ കഹ പംസാരി ആശ്ചര്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഹൈരാൻ ആശ്ചര്യം. കഹ പറഞ്ഞു. ഉസേ ലഗ അവന് തോന്നി. ജൈസെ വഹ് രോ പടേക അവൻ കരയുമെന്ന് പോലെ അവന് തോന്നി. രോന കരയുക, രോ പടേക കരയുമെന്ന് അവന് തോന്നി. ദേക്തി നോക്കി നിന്ന് സബ്സെ താക്കത്തുവർ ഈശ്വർക്ക് അവൻ നോക്കി നിന്ന് സബ്സെ ഏറ്റവും താക്കത്തുവർ ശക്തിയുള്ള ഈശ്വർക്ക് ഉസ്കെ സാമ്നെ മൗത്ത് ഹോകെ ആ ശക്തിയുള്ള അവൻ നോക്കി നിന്ന അവൻ മനസ്സിലാക്കി നിന്നിരുന്ന സബ്സെ താക്കത്തുവർ ഏറ്റവും ശക്തനായ ഈശ്വർക്ക് ഉസ്കെ സാമ്നെ ഈശ്വരൻ അവന്റെ മുന്നിൽ നിന്നും മൗത്ത് ഹോകയിരി അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. ഈശ്വരൻ മരിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ്, ഈശ്വരൻ ഇല്ല എന്ന് അവന് തോന്നി. ഉസ്നെ മേരെ ഹാത്തോംസെ അവൻ മരേ ഹാത്തോംസെ ആ മരവിച്ച കൈ കൊണ്ട് ജേബ് സെ തന്റെ പോക്കറ്റിൽ നിന്നും പൈസേ നിക്കാലേ പൈസ പുറത്തേക്കെടുത്തു. നമക്കിലിയ ഉപ്പ് കൊണ്ടുവന്നു അവർ ജാനിലക. എന്നിട്ട് അവൻ പോവാൻ തുടങ്ങി, വീട്ടിലേക്ക് പോവാൻ വേണ്ടി തുടങ്ങി. ദൂക്കാൻദാറിനെ കടക്കാരൻ ഉസേ ഉദാസ് തേക്കർ അവന്റെ ആ ദുഃഖം കണ്ടിട്ട് കഹ പറഞ്ഞു. കൂട്ടിലേലോ ശർക്കര എടുത്തോളൂ. പൈസ ഫിറാജായക പൈസ പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞു. നെഹീം വേണ്ട. ഉസ്നെ കഹ അവൻ പറഞ്ഞു. എന്നിട്ട് രോപ്പട അവൻ കരഞ്ഞു. അച്ഛ പൈസ മത്തേന. അപ്പം കടക്കാരൻ കരയുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛ എന്നാൽ ഓക്കെ ശരി, പൈസ മത്തേന പൈസ നൽകണ്ട. മദ്ദേന നൽകണ്ട. മേരി ഓർസെ എന്റെ വകയായിട്ട് ദോടാസ കുടിലേലോ അല്പം ശർക്കര എടുത്തോളൂ എന്ന് പറഞ്ഞു. ദൂക്കാൻദാറിനെ പ്യാർസെ കഹ കടക്കാരൻ സ്നേഹത്തോടെ പറഞ്ഞു. അവർ ഏക്ക് ടുക്കടാ ദേക്കർ ഒരു കഷ്ണം എടുത്തിട്ട് ടുക്കട കഷ്ണം തോടുക്കർ പൊട്ടിച്ചിട്ട് ഉസേ അവന് ദേനേലക നൽകാൻ തുടങ്ങി. ഉസ്നെ മുഹ് ഫിരാലിയ അത് കൊടുത്തപ്പോ അവൻ തന്റെ മുഖം ഫിരാലിയ തിരിച്ചു. അവർ ചൽത്തിയ എന്നിട്ട് പോവാൻ തുടങ്ങി. ഉസ്നെ ഈശ്വർ സെ മാങ്കായ എന്നിട്ട് അവന്റെ മനസ്സിൽ അവൻ പറഞ്ഞു. അവൻ പറയുകയാണ്, ഞാൻ ഈശ്വരനോടാണ് മാങ്ക ആവശ്യപ്പെട്ടത്. ദൂക്കാൻദാർ സെ നഹീം ദൂക്കാൻദാർ കടക്കാരനോടല്ല ഞാനിതൊന്നും ആവശ്യപ്പെട്ടത് എന്ന് അവന്റെ മനസ്സിൽ പറഞ്ഞു. ദൂസരോം കി ദയ ഉസെ നഹീം ചാഹിയേ അവന്റെ മനസ്സിൽ പറഞ്ഞു, മറ്റുള്ളവരുടെ ദയയല്ല എനിക്ക് വേണ്ടത്, ഈശ്വരന്റെ ദയയാണ് എനിക്ക് വേണ്ടത് എന്ന് അവൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു. ലേക്കിൻ പക്ഷേ അബുവ ഈശ്വർ സെ കുച്ച് നഹീം മാങ്ത അന്ന് മുതൽ അവൻ ഈശ്വരനോട് ഒന്നും തന്നെ നെഹി മാങ്ത ആവശ്യപ്പെടാറില്ല. ഓക്കെ, അപ്പം നമ്മളെ സഫേദ് കുടി എന്ന ഈ 5ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇത്. അവസാനിച്ചു. ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻസറാണ് പഠിക്കാനുള്ളത്. അപ്പം ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.